കർത്താവിന്റെ ഏകദേശമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 16 വാക്യം. എന്നോടും നിന്റെ ജനത്തോട് കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത് നാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനമാണത്. ഇന്ന് ഭാഗത്തു നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും. മോശയുടെ പ്രാർത്ഥനയാണ്. പ്രൈസലോ. ഇതേ ഒരു ചോദ്യം തന്നെയാണ് നമ്മളും പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത്. എന്നോടും എൻ്റെ കുടുംബത്തോടും അല്ലെ എൻ്റെ മക്കളോടും എൻ്റെ സഭയോട് എൻ്റെ ജനത്തോട് എൻ്റെ ദേശത്തോട് കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയുമെന്ന് ഓരോ ദൈവഭക്തനും ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിൽ അതിപ്രധാനമായ ഒരു ചോദ്യമാണ്, എന്നോടും എൻ്റെ ജനത്തോടും എന്നോടും എൻ്റെ കുടുംബത്തോടും നിന്റെ കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും. പ്രൈസലോ. വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ കർത്താവ് അതിന് ആ സമയത്ത് മറുപടി നമുക്ക് നൽകും. അല്ലേലൂയ. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അപ്പൊ മോശ അടുത്ത വാക്യം പറയുന്നത്, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ നീ ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിയുന്നത്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശു കർത്താവ് നമ്മളോട് കൂടെ പോരുന്നത് കൊണ്ടാണ് എന്നോടും എന്റെ കുടുംബത്തോടും എന്ന് പറഞ്ഞാൽ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ തലമുറയോടും ദൈവം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ കൃപയുണ്ടെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങൾ ഈ പ്രഭാതത്തിൽ കണ്ണു തുറന്ന് എഴുന്നേറ്റത്. പ്രൈസലോ. വേറെ നമുക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ കിടക്കാൻ പോയി, നല്ല ഉറക്കമായിരുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സ്വയം എണീറ്റ് വന്നതല്ല, യേശു നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളുടെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് ഇന്നത്തെ കാര്യാദികൾക്ക് നിങ്ങളെ അയക്കുവാൻ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. രക്തം ചെയ്യും മലേറിയ. എന്നാൽ എത്രയോ ആളുകൾ ഈ രാത്രിയിൽ കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് ഈ പ്രഭാതത്തിൽ കണ്ണു തുറക്കാതെ സന്തോഷ വീടുകൾ ദുഃഖ വീടുകളായി മാറി. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും തിരിച്ചറിയുക എന്നുള്ളതാണ് ലരിയ. അപ്പം എന്നോടും നിന്റെ ജനത്തോടും കുറയുണ്ടെന്നുള്ളത് ഇതിനാലറിയും. ജനത്തിന് മിസ്രൈമിയ വാസം തൊട്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളെല്ലാം അവരോടുകൂടെ ദൈവത്തിന് കൃപയുണ്ടായിരുന്നു എന്നുള്ളത് ദൈവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പ്രൈസലോ. അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് അല്ലേലൂയ, അവർ മാറയിലെത്തി. മാറയിൽ അവിടുത്തെ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലേലൂയ. നമ്മൾ പുറപ്പാട് പുസ്തകം അല്ലേലൂയ 15 അധ്യായം 22, 23, 24 വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയോട് നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു മരം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അപ്പൊ അവർ മാറയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല. ആ വെള്ളം കയ്പുള്ളതാണ്. 3 ദിവസത്തെ ദാഹം. നമ്മളാണെങ്കിലും മാനസികമായിട്ട് അങ്ങനെ, നമ്മളാണെങ്കിലും വെള്ളം കിട്ടാതെ ഓടി നടന്ന് അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ കൺമുമ്പിൽ വെള്ളം കാണുമ്പോൾ നമ്മൾ ഓടിയെത്തും. ആ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിന് കയ്പാണെങ്കിൽ ഇസ്രായേൽ മക്കൾ പിറുവിടുത്തതുപോലെ നമ്മളും പിറുവിടുക്കും. എന്നാൽ ചെങ്കടൽ കടത്തിക്കൊണ്ടുവന്ന ദൈവം മാറയിലെ വെള്ളത്തെ കയ്പായ വെള്ളത്തെ മാറയിലെ വെള്ളത്തിന്റെ കയ്പിനെ മാറ്റി കൊടുക്കും എന്നുള്ള അബോധ്യം അവർക്കില്ല. അവർ ചെങ്കടൽ കടന്നതാണ്. ചെങ്കടലിലൂടെ
അവർ മറുകര എത്തിയതാണ്. അവർക്ക് പിന്നാലെ വന്ന് ഫറവോനി സൈന്യത്തിൽ ദൈവം ചെങ്കിൽ തള്ളിയിട്ടത് കണ്ടതാണ്. അങ്ങനെ അവർ ശൂർ മരുഭൂമിയിൽ എത്തിയെങ്കിലും ഒരു ശോധന വരിക, വെള്ളമില്ല എന്നുള്ളത്. അവിടെയാണ് അവർ തളർന്നു പോയത്. എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ഇങ്ങനെയുള്ള തളർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവം വരുമ്പോൾ നമ്മളെ നടത്തിക്കൊണ്ടുവന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. പക്ഷെ ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തപ്പോൾ മോശ ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യും? അവിടെ പ്രാർത്ഥിക്കും. ഇസ്രായേൽ പിറുപിറുക്കുമ്പോൾ മോശ ദൈവസാന്നിധ്യം അനുഭവിക്കുക. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവം ഒരു മരം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആ മരം കൊണ്ടുവന്ന് ആ മരം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ എന്ത് ചെയ്തു? ആ വെള്ളം മധുരമായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങൾ കടന്നു വരും. അനവധി കയ്പേറിയ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ കയ്പേറിയ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയട്ടെ, ഒരു മധുരമേറിയ അനുഭവത്തെ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം ദൈവം ഇസ്രായേലിന് വഴി നടത്തിയ അതേ പാതയിൽ തന്നെയാണ് അവർക്ക് ഈ കയ്പിന്റെ അനുഭവം കൊടുത്തത്. ഹല്ലേലൂയ. മിസ്രയീമിൽ നിന്ന് അവരെ നടത്തിക്കൊണ്ടുപോകുന്ന ദൈവം അവരെ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ച് കളയത്തില്ല, വഴി തള്ളിക്കളയത്തില്ല. അവരുടെ പിറുപിറുപ്പ് മുഖാന്തരമാണ് അവർ ആ മാറയിലെ ആ കയ്പിന്റെ അനുഭവം അവർ അനുഭവിക്കേണ്ടി വന്നത്. ദൈവം അവർക്കൊരു വാഗ്ദത്തം കാണാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം അവിടെ നിശ്ചയമായിട്ട് അവരെ എത്തിക്കും. പക്ഷെ പിറുപിറുപ്പ് കൂടാതെ വഴി ശോധന വരുമ്പോൾ അതിന്റെ നടുവിൽ ദൈവസാന്നിധ്യം കൂടെയുണ്ട്, ദൈവകൃപയുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവർ ദൈവത്തെ താഴ്മ ധരിക്കാൻ കഴിയുന്നില്ല. അല്ലേ? അതുകൊണ്ട് ഇത് കയ്പിന്റെ അനുഭവം വന്നു. അപ്പൊ മാറിയിലെ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കിയ ആ വൃക്ഷം ക്രിസ്തുവിന്റെ ക്രൂശിനെ അനുസ്മരിക്കുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന കയ്പേറിയ സകല അനുഭവങ്ങളുടെ നടുവിലും ആ കയ്പിനെ മധുരമാക്കുവാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന, നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശുവിന്റെ അരികിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ആ കയ്പിനെ ദൈവം മാറ്റിത്തരും. അപ്പൊ മാറയിലെ കയ്പേറിയ വെള്ളത്തിലേക്ക് ആ മരം ഇട്ടപ്പോൾ, അല്ലെങ്കിൽ ആ മരം കൊണ്ടുവിട്ടപ്പോൾ ആ വെള്ളം മധുരമായി തീർന്നു. അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുക. മാറയിലെ വെള്ളത്തിലും കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു. പ്രൈസ് ഹല്ലേലൂയ. അപ്പൊ ഇതിനെ കേൾക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാൽ നിങ്ങളുടെ ഏത് കയ്പ് മാറും. ഈ കയ്പ് എന്ന് പറയുമ്പോൾ കുടുംബപരമായിട്ടുണ്ട്, ജീവിതപരമായിട്ടുണ്ട്, ജോലിപരമായിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ടുണ്ട്, ബന്ധുക്കളിൽ നിന്നുണ്ട്, അയൽവാസികൾ, സഭയിൽ നിന്നുണ്ട്, ശാരീരികമായുണ്ട്, മാനസികമായുണ്ട്, ഭൗതികമായ നിലയിലുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് കയ്പ്, അങ്ങനെ വിവിധ നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കി കളയുന്ന നിലയിൽ അല്ലെങ്കിൽ രക്തം ചെയ്യാം പിശാച് ചില പദ്ധതികൾ കൊണ്ടുവരും. ആ സാഹചര്യത്തിലാണ് ആമി എന്നോടും എന്റെ ജനത്തോടും അല്ലെങ്കിൽ കൂടെ നിന്റെ കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയുമെന്ന് മോശ ചോദിച്ചതുപോലെ നാം ദൈവ സാന്നിധ്യം അന്വേഷിക്കേണ്ടതാണ്. അവിടെയാണ് ഇന്ന് പകൽ ഈ ദൈവത്തിനെ കേൾക്കുന്ന സ്നേഹിതേ, നിന്റെ കയ്പിനെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നീ കടന്നു പോകുന്ന കയ്പേറിയ അനുഭവത്തിൽ നിന്ന് ദൈവം നിന്നെ വിടിവിച്ച് കൊണ്ടുവരുവാൻ മാറയിലെ വെള്ളത്തെ മധുരമാക്കി കൊടുത്തവൻ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവി നിന്റെ കയ്പിനെ മധുരമാക്കാൻ പോവുകയാണ്. നിന്റെ സങ്കടങ്ങളെ മാറ്റാൻ പോവുക, എന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ പോവുകയാണ്. നീ കടന്നു പോകുന്ന മാരകമായ രോഗത്തിൽ നിന്ന് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നിന്നെ വിടിവിക്കുവാൻ പോവുകയാണ്. ഇന്നലെ നീ കരഞ്ഞ ചില വിഷയമുണ്ട്, ഇന്നലെ നീ പ്രാർത്ഥിച്ച ചില വിഷയമുണ്ട്. അതിന്റെ നടുവിൽ നീ ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പൊ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുക. ദൈവത്തിലും ആശ്രയിച്ചു വചനത്തിലും ആശ്രയിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കയ്പിനെ മാറ്റിത്തരും. എന്നാൽ ഇന്നത്തെ സമൂഹം ചെയ്യുന്നതാണ് അവരുടെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അവർ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നതിന് പകരമായി മനുഷ്യരിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. കയ്പിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഓടി പ്രവാചകന്റെ അരികിലേക്ക് ചെല്ലും. പ്രവാചകൻ എന്താ പറയുന്നത്, പ്രവാചകന്റെ വായിൽ എന്താ വരുന്നത്. നിങ്ങളൊരു പ്രവാചകനെ സമീപിക്കുമ്പോൾ, നിങ്ങളൊരു പ്രവാചകന്റെ അരികെ ചെല്ലുമ്പോൾ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവാചകന് ദൂതുകൾ പറഞ്ഞേ മതിയാവും. അപ്പം പ്രവചനം തുച്ഛീകരിക്കരുത്. അല്ലല്ല, നല്ലത് ശോധന ചെയ്ത് മുറുകെ പിടിക്കുന്ന നമുക്ക് തെസ്സലോനിക്കയിൽ വായിക്കുന്നത്. പ്രവചനത്തെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പ്രവചനം നല്ലതാണ്, ശക്തമായ ദൂതുകളുണ്ട്. പക്ഷെ അത് ശോധന ചെയ്യണം.
ഹല്ലേലൂയ. ഇങ്ങനെ ചില സഹോദരങ്ങൾ, ചില സൗകര്യമായി ഈ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേക അമേരിക്കൻ രാജ്യങ്ങളിലുള്ള സഹോദരി സൗകര്യമാണ്. അവർ പ്രവചനത്തിൽ മാത്രം ആശ്രയിക്കുന്നവരാ. ദൈവവചനവും വേണ്ട, യേശുവിനെയും വേണ്ട അവർക്ക്. ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഭാരത് നോക്കി, കർത്താവായ യേശുക്രിസ്തുവിനെയും വേണ്ട, യേശുക്രിസ്തുവിന്റെ വചനവും വേണ്ട, അവർക്ക് പ്രവചനം മാത്രം മതി. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും, ചോദിക്കും, പാസ്റ്റർ വല്ലതും കണ്ടോ, പാസ്റ്റർ വല്ലതും കേട്ടോ, പാസ്റ്റർ വല്ലതും ദൈവം പറഞ്ഞോ? അപ്പൊ വല്ലതും കണ്ടോ കേട്ടോ അറിഞ്ഞോ? ഇത് ചില കരിസ്മാറ്റിക്കരുടെ കാര്യം പറഞ്ഞ പോലെ ചില വിശ്വാസികളും. പ്രവചനം അതാണ് പ്രീതി. പ്രവചനമുണ്ട്, പ്രവചനം സത്യസന്ധം തന്നെയാണ്. ശക്തമായ ദൂതുകളുണ്ട്. ഞാൻ തന്നെ നിങ്ങളോട് എത്രമാത്രം ദൂതുകൾ അറിയിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പ്രവചനം പറയുന്ന പ്രവാചകനിലല്ല ആശ്രയിക്കേണ്ടത്. പ്രവചനം പറയുന്ന പ്രവാചകനിലല്ല ആശ്രയിക്കേണ്ടത്. മോശ ശക്തനായ പ്രവാചകനാണ്. മോശയെ പോലൊരു പ്രവാചകൻ. ഹല്ലേലൂയ. മോശയെ പോലെ പ്രവാചകനെ എഴുന്നേൽപ്പിക്കാൻ മോശ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം മോശ ശക്തനായ പ്രവാചകനാണ്. മോശയുടെ ജീവിതത്തിൽ കടന്നു വന്ന ശോധനകളുടെ നടുവിൽ, പരീക്ഷകളുടെ നടുവിൽ ഇസ്രായേൽ മക്കൾ തനിക്കെതിരെ ഗുരുവെടുക്കുമ്പോൾ മോശയെന്ന ആ പ്രവാചകൻ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കുക. എന്തിനാ? ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി. അവിടെ എന്നെ കേൾക്കുന്ന ജനത്തോട് ഞാൻ പറയട്ടെ, പ്രവചനത്തിന്റെ പിന്നാലെ നിങ്ങൾ പോയി നിങ്ങൾ തകർന്നത്. പ്രവചനം നല്ലതാ, ശോധന ഇവർക്ക് പിടിക്കണം. ചില ആളുകളോട് എപ്പോഴും ഈ പ്രവാചകന്മാർ പറയും, നിന്റെ കുടുംബത്തിനകത്ത് തകിട് കാണുന്നു, ഏലസ് കാണുന്നു, ചരട് കാണുന്നു, തലയൊട്ടി, മൊട്ട എന്നൊക്കെ പറഞ്ഞ് പലരും ഭീഷണിപ്പെടുത്താറുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചില കുടുംബത്തിനകത്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു കൂടോത്രമുണ്ട്, ക്ഷുദ്രമുണ്ട്, ആവിചാരമുണ്ട്, മന്ത്രവാദമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടും. അപ്പം നിങ്ങൾ ഭയപ്പെടുമ്പോൾ, നിങ്ങൾ മനുഷ്യൻ തമ്മിൽ ഭയപ്പെടുമ്പോൾ നിങ്ങൾ ചോദിക്കും, ബസ്സിന് എന്ത് ചെയ്യണം? ഒരു പ്രാർത്ഥനയും വെച്ചോ നമുക്ക് മാറ്റാം. ആ പ്രാർത്ഥന വെച്ചിട്ട് അങ്ങനെയുള്ള കൂടോത്ര, ഏലസും മന്ത്രവാദങ്ങളും നീക്കി ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടോ? ഒരുത്തരും ഇല്ല. നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ പണം മേടിച്ചെടുക്കും. അങ്ങനെ അനവധി ആളുകൾ ഇന്നും എനിക്കറിയാം, പ്രവചനത്തിൽ ആശ്രയിച്ച് മന്ത്രവാദം, കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പുറകെ ആയിരക്കണക്കിന് പ്രവാചകന്മാരെ വിളിച്ചു നടക്കുന്ന അനവധി വിശ്വാസികളെ എനിക്കറിയാം. അവർക്കൊന്നും ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. അവരെന്നിങ്ങനെ പ്രവചനത്തെ പുറകെ പോയി അവരുടെ പണം ഇങ്ങനെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ പ്രവാചകനിൽ ആശ്രയിക്കുന്നത്. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവം അരുളപ്പാട് കൊടുത്തെങ്കിൽ മാത്രമേ പ്രവാചകൻ ആലോചന പറയാൻ പറ്റത്തുള്ളൂ. ദൈവം കൊടുക്കാത്ത ആലോചനയെല്ലാം സാമ്പത്തിക നേട്ടത്തെ വേണ്ടി ചെയ്യുന്നതാണ്. ഇന്ന് വിദേശ രാജ്യത്തേക്ക് കടന്നു വരുന്ന അനവധി പ്രവാചകരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങളോട് പ്രവചിക്കും. നിങ്ങളത് കേട്ട് വിശ്വസിക്കും. പക്ഷെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനും യേശുക്രിസ്തുവിന്റെ വചനത്തിലുമാണ് ആശ്രയിക്കുന്നെങ്കിൽ, ആ കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശുവിന്റെ അരികിലേക്ക് നിങ്ങൾക്ക് കടന്നു വരികയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തെ മാറ്റിത്തരുവാൻ യേശുവിന് കഴിയുമെന്ന് ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നെങ്കിൽ രക്തം ചെയ്യാം. നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ ദൈവം പരിഹരിച്ചു നൽകും. മാറയിലെ വെള്ളത്തിന്റെ കയ്പ് മാറ്റുവാൻ, മാറയിലെ വെള്ളത്തിലെ കയ്പ് മാറ്റി അവർക്ക് മാധുര്യമേറിയ അനുഭവം കൊടുക്കുവാൻ, മോശയുടെ സ്വന്തം ഇഷ്ടം കൊണ്ടോ മോശയുടെ കഴിവുകൊണ്ടോ ഒന്നും നടക്കുമായിരുന്നില്ല. പക്ഷെ മോശ എന്താണ് ചെയ്തത്? മോശ ദൈവസേനി പ്രാർത്ഥിച്ചു. മോശ ദൈവസേനി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു മരം കാണിച്ചു കൊടുത്തു, യഹോവയെ മരം കാണിച്ചു കൊടുത്തു. ആ മരം കൊണ്ടൊന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആ വെള്ളം മധുരമായി തീർന്നു. അത് നിന്റെ കയ്പിനെ മാറ്റിത്തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ വചനത്തിൽ ആശ്രയിക്കണം. ഞാൻ ഒരിക്കലും പ്രവാചക ശുശ്രൂഷയ്ക്കും പ്രവാചകന്മാർക്കും കുറ്റം പറയുന്നവരല്ല. പ്രവാചക ശുശ്രൂഷ ഞാൻ അനുകൂലിക്കുന്നവരും, ഞാൻ പ്രവാചക ശുശ്രൂഷ ശക്തമായ ദൂതുകൾ നിങ്ങളോടൊക്കെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. രക്തം ചെയ്യും. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പൊ ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തിൽ അവർ പലപ്പോഴും പിറുപിറുത്തു. അവർ പലപ്പോഴും പിറുപിറുപ്പുകാരായി മാറി. അവർ മോശയെ കുറ്റം പറയാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നാളൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞ ദൂതുകളും നിറവേറുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞ ദൂത് നിറവേറുന്നില്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞ ദൂത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്കത് അറിയത്തില്ല. എന്റെ സഭയിൽ നിരന്തരമായിട്ട് സഹോദരി കടന്നു വരും. ആ സഹോദരി പറയും, ഇങ്ങനെ പ്രവചനം പറഞ്ഞു, ഇങ്ങനെ പ്രവചനം പറഞ്ഞു. അതൊക്കെ ശരിയാണോ? ഞാൻ പറഞ്ഞു, വചനത്തിലൂടെയാണോ പ്രവചനം ദൂതൊക്കെ നിങ്ങളോട് പറഞ്ഞത്? പ്രവചനത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിന് കഴിയും. പ്രവചനം നിങ്ങളോട് പറയും ദൈവം. പക്ഷെ അത് വചനത്തിലായിരിക്കും യേശു പറയുന്നതല്ല. യേശു വചനം കൂടാതെ ഒരു പ്രവചനവും പറഞ്ഞിട്ടില്ല.
വേദപുസ്തകത്തിലുള്ള വിശുദ്ധന്മാരൊക്കെ വചനത്തിൽ നിന്നാ പ്രവചിച്ചത്. ഇന്നത്തെ ദൈവദാസന്മാരൊന്നും വചനത്തിൽ നിന്നല്ല പ്രവചിക്കുന്നത്, സ്വന്തത്തിൽ നിന്ന് പ്രവചിക്കുക. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ തിരിച്ചറിയുക. അപ്പൊ നല്ലൊരു ശോധന ഇത് മുറുകെ പിടിക്കണം. അപ്പൊ ഇസ്രായേൽ മക്കളുടെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പെടിയിലെ നടുവില് അല്ലെങ്കിൽ മോശയുടെ പ്രാർത്ഥനയ്ക്കകത്ത് മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്നോടും നിന്റെ ജലത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാലായി? മാറയിലെ വെള്ളത്തിന്റെ കൈപ്പേറിയ അനുഭവം വന്നപ്പോഴും മോശ അവിടെ വെച്ച് ഇങ്ങനെ ചോദിച്ചു കാണും. അവിടെയും മോശയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ദൈവം തരാൻ ആഗ്രഹിക്കുക. അപ്പൊ നമ്മൾ വീണ്ടും ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ, അല്ലൊരു സ്തോത്രം, നമ്മൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, അല്ലേലിയ, അവിടെ ഏലിശയുടെ അല്ലേലിയ ഒരു പ്രാർത്ഥനയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അല്ലേലിയ. അപ്പൊ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19, 20, 21 വാക്യങ്ങളൊക്കെ വായിക്കും. ഇങ്ങനെ എഴുതി ഞാൻ വായിക്കാം. ആമേലിയ. അനന്തരം ആ പട്ടണക്കാർ ഏലിശയോട്, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്നും യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവും ആമേനാകുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. ഇവിടെയും ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത്. അല്ലേലിയ. ഇവിടെ എന്താണ് ഇസ്രായേൽ ജനത്തിന്റെ അല്ലേലിയ ആരാധനയെ കുറിച്ച് ഇവിടെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ഈ ഏലീശ 2ാമത് ചെയ്ത അത്ഭുത പ്രവൃത്തിയാണ് യെരിഹോ ദേശത്തിലെ അശുദ്ധമായ ജലത്തെ പഥ്യമാക്കി തീർത്തത്. അല്ലേലിയ സ്തോത്രം. ഇപ്പൊ ഇവിടെ കാണുന്നത് സദൃശപരമായ ഒരു അത്ഭുതമായിരുന്നു ഇവിടെ നടന്നത്. അല്ലേലിയ. എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിന്റെ ആചാരം ദുർഗന്ധം വമിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ ആചാര രീതികൾ, ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമീപനം ദുർഗന്ധം വമിക്കുന്ന വിധത്തിലായിരുന്നു അന്നത്തെ ആചാരം. അല്ലേലിയ. അതുകൊണ്ട് ആ ദേശം ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആ ദേശത്തിന് വെള്ളം അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടുത്തെ വെള്ളം എന്താണ്? അല്ലേലിയ മലിനമായിരുന്നു. അല്ലെ, ആ വെള്ളം ചീത്തയായിരുന്നു. ആ വെള്ളം കുടിക്കുമ്പോൾ അല്ലേലിയ ഗർഭനാശം വരെ സംഭവിക്കുമായിരുന്നു. ഇസ്രായേൽ ഭയപ്പെട്ട് അങ്ങനെ ഇടിക്കുമ്പോഴാണ് അവരുടെ അല്ലേലിയ ആവശ്യങ്ങൾ, ആ ദേശത്തെ വെള്ളം ചീത്തയാണെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ അല്ലേലിയ പ്രവാചകന്റെ അരികിലെത്തുന്നത്. അപ്പൊ ഇസ്രായേലത്തിന്റെ ദുർഗന്ധപരമായ ആചാരങ്ങളെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തിക്കോണം കാണും പ്രവാചകൻ. എന്നിട്ട് പ്രവാചകൻ എന്ത് ചെയ്തു? അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവർ അത് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിന്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ആ വെള്ളം പഥ്യമായി തീർന്നു. കണ്ടോ? ഇവിടെ തളികയും ഉപ്പും ഇട്ടത് കൊണ്ടല്ല വെള്ളം പഥ്യമായി തീർന്നത്. അത് പ്രവാചകൻ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. പക്ഷെ പുതിയ തളിയോ അതിലിട്ട് ഉപ്പോ അല്ല ആ വെള്ളം പഥ്യമായി തീരാൻ കാരണം പ്രവാചകന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനത്തിന് മനസ്സിലാകത്തക്ക നിലയിൽ ചില കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ച്, ചില ഉദാഹരണ സഹിതം ചിലത് നമ്മൾ തെളിവൂടെ ശുശ്രൂഷിച്ച് കാണിക്കും. എന്ന് പറഞ്ഞ പോലാണ് പ്രവാചകൻ തള്ളിക്ക് കൊണ്ടുവന്ന് അതിൽ ഉപ്പിട്ട് കൊണ്ടുപോവുക. അത് പ്രവാചകൻ കൊണ്ടുപോയി വെള്ളത്തിലിട്ടോ വെള്ളം പഥ്യമായി തീർന്നു. ആ വെള്ളം ഇന്നു മുതൽ അന്ന് തൊട്ട് ഇന്നുവരെയും പഥ്യമായിരിക്കുന്നു. അതിനുശേഷം ആ വെള്ളം അശുദ്ധമായിട്ടില്ല. ആ വെള്ളം അവർക്ക് ഇന്നുവരെ പഥ്യമായിരിക്കുന്നു. അതിനുശേഷം അവിടെ ഗർഭനാശം ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് എന്തായിരുന്നു? ഇസ്രായേലിന്റെ ദുർഗന്ധം വമിച്ച ആചാരാനുഷ്ഠാനങ്ങൾ മുഖാന്തരം ആ ദേശത്തെ വെള്ളം ചീത്തയും ഗർഭധാരണം വരെയും നശിച്ചുകൊണ്ടിരുന്നു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നികത, നിന്റെ ദുർഗന്ധം വമിച്ച ആചാരങ്ങളാണ്, നിന്റെ ദുർഗന്ധപരമായ ആചാര രീതികളാണ് ദേശം മലിനമാകുന്നു. ദേശം അലരിയ മലിനപ്പെട്ടുകൊണ്ട് ഗർഭനാശം വരെ സംഭവിക്കുന്നത് നിന്റെ ആചാരത്തിന്റെ ദുർഗന്ധം മുഖാന്തരമാണ്. പ്രവാചകന്റെ വാക്ക് കേട്ട് സാഹചര്യം അനുസരിച്ചപ്പോൾ ആ വെള്ളത്തെ പഥ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞതുപോലെ ഇന്ന് പകൽ ഗർഭനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ദൂത്,
നീ ഇസ്രായേൽ പ്രവാചകന്റെ അരികിൽ കടന്നൊന്ന് ആലോചന ചോദിച്ച് ദൈവത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൽ ഏൽപ്പിച്ച് അവിടെ ദുർഗന്ധപരമായ ആചാരാനുഷ്ഠാനങ്ങളെ നീക്കിക്കളഞ്ഞപ്പോൾ, ആ വെള്ളത്തെ പത്യമാക്കി കൊടുത്ത് ആ വെള്ളം അന്ന് തൊട്ട് ഇന്ന് വരെ പത്യമായി ഇരിക്കുന്നത് പോലെ നീ ദൈവവചനത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നീ ആശ്രയിക്കുകയാണെങ്കിൽ, നിന്റെ ജീവിതത്തിലെ ഗർഭനാശവും മാറി നിന്റെ കുടുംബത്തിനകത്തെ സ്തോത്രം ആമേൻ അശുദ്ധി മാറിപ്പോകും. ആമേലിയ. കാരണം ദൈവം നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ ദൈവ സാന്നിധ്യമാണ്. അല്ലേലിയ. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ വഴി യാത്രയിൽ എത്ര അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് എന്നെ കേൾക്കുന്ന പ്രശ്നികത, നിന്റെ ഈ ലോക ജീവിതത്തിൽ നിന്റെ യാത്രയിൽ ദൈവം നിനക്ക് വേണ്ടി പല അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ലേരിയ. ഇവിടെ ഈ നദികൾ ഒന്ന്, മാറയിലെ വെള്ളം; രണ്ട്, അല്ലെങ്കിൽ എരിഹോവിൽ വന്നപ്പോൾ; മൂന്നാമത് ഒരു നദിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അത് 46 സങ്കീർത്തനത്തിനകത്താണ്. 46 സങ്കീർത്തനത്തിൽ 4 വാക്യത്തിൽ ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഇവിടെ ഒരു നദിയാ. ഈ നദി സ്തോത്രം നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ നദിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിന് നിഴലായിട്ടാണ് ഈ നദിയെക്കുറിച്ച് പഠിക്കുന്നത്. ആ നദിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഈ 4-5 വാക്യങ്ങളിൽ പറയുന്ന സ്തോത്രം, സന്താപ അവസരങ്ങളിൽ സന്തോഷത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയണം. അല്ലേലിയ. നിങ്ങളുടെ സന്താപ അവസരങ്ങളിൽ സന്തോഷത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതാണ് നല്ലത്. നിങ്ങളൊരു പക്ഷെ മാനസികമായി വളരെ നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ദുഃഖിച്ചു, കുടുംബമല്ലേ, ജീവിതമല്ലേ, പ്രശ്നം ഉണ്ടെന്നേ, അങ്ങനെ നിങ്ങളുടെ സന്തോഷം കെട്ട് സന്താപാവസരത്തിലിരിക്കുമ്പോൾ ഒരു സന്തോഷത്തിന്റെ വാക്ക് കേൾക്കും നല്ലതല്ലേ? ഒരു സന്തോഷത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം പുതിയതായി മാറും, നിങ്ങളുടെ അനുഭവം മാറും, നിങ്ങളുടെ കയ്പിന്റെ അനുഭവം മാറും. അല്ലേറിയ. നിങ്ങളുടെ നാശങ്ങൾ മാറും. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തെ ദൈവത്തിന് തരുവാൻ കഴിയും. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന കോരപുത്രന്മാരുടെ സന്താപാവസരത്തിൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് മറുപടി കൊടുത്ത ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാന്തമായി ഒഴുകുന്ന കൃപയുടെ നദി ദൈവനഗരത്തെ അഥവാ ദൈവസഭയെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. അല്ലേ? അപ്പൊ കൃപയാകുന്ന നദി പരിശുദ്ധാത്മാവാകുന്ന നദി നിന്നിലേക്ക് ഒഴുകുമ്പോൾ ആ പരിശുദ്ധാത്മാവാകുന്ന നദി, ആ ദൈവസാന്നിധ്യം നിന്നിലേക്ക് ഇറങ്ങി വരുവാൻ നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ, നിന്റെ ജീവിതത്തിലെ നിന്റെ കുടുംബത്തെ സഭയിലെയും സന്താപാവസരങ്ങളെ മാറ്റി സന്തോഷമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. അല്ലേരിയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 30:11 സംഗീതക്കാരൻ പറ, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തെന്റെ രട്ട് നീ അഴിച്ചെന്നെ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു പറയുന്നത്. അതെ, നമ്മുടെ വിലാപത്തെ മാറ്റി സന്തോഷം ഒടിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അത് എന്നെ കേൾക്കുന്ന പ്രശ്നീയതാണ്. സ്തോത്രം. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ഈ സംഖ്യാപുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. സ്തോത്രം. അല്ലേലൂയ. എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 32-ാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലൂയ. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി കനാൻദേശത്തേക്ക് കടന്നു പോകുമെന്ന് പറഞ്ഞു. അല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ വളരെ പ്രശ്നങ്ങളുണ്ട്. അവർ കാനാൻ ദേശം കൈവശമാക്കണമെങ്കിൽ അവർ യുദ്ധസന്നദ്ധരായേ പറ്റുള്ളൂ. കാരണം അവിടെ വഴിയിൽ ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യുവാൻ അവർക്ക് കഴിയണം. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടത് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി കനാൻ ദേശത്തേക്ക് പോകുമെന്ന് ഇസ്രായേൽ പറയുക. അല്ലേലൂയ. അപ്പം ദൈവസാന്നിധ്യത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് ഇസ്രായേലിയർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തങ്ങളുടെ അവകാശം ലഭിക്കണമെങ്കിൽ ദൈവസാന്നിധ്യം ആവശ്യമാണ്. അവർക്ക് മുമ്പേ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു?
അവരെല്ലാം യുദ്ധസന്നദ്ധരായി കാനാൻ ദേശത്തേക്ക് കടന്നു പോകുന്നു പറയാ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനത്തിന് യുദ്ധം ചെയ്യാൻ അറിയില്ല. പക്ഷേ അവരെ യുദ്ധത്തിന് ദൈവം തയ്യാറാക്കിയെടുക്കുക. കനാൻ ദേശം കൈവശമാക്കണമെങ്കിൽ പല പ്രശ്നങ്ങളെ നേരിടണം. അതിനു വേണ്ടിയിട്ട് അവർ പറഞ്ഞു, നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നത് കൊണ്ട് ഞങ്ങൾ യുദ്ധസന്നദ്ധരായി ഞങ്ങൾ കനാൻ ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു? സന്നദ്ധരായി തീർന്നു. യുദ്ധസന്നദ്ധരായി. മുമ്പ് ഭയന്ന് ഓട്ടിയ മുയലിനെ പോലെ ആയിരുന്ന, മുമ്പ് എങ്ങനെയായിരുന്നു ഇസ്രായേൽ? ഭയന്നോടിയ മുയലിനെ പോലെ ആയിരുന്നു ഇസ്രായേൽ. ദൈവത്തിന്റെ തിരുസാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം യുദ്ധസന്നദ്ധരായി മാറി. ഹല്ലേലൂയ. ഇപ്പോൾ ചീറി പാഞ്ഞു വരുന്ന സിംഹത്തെ പോലെയാണ് അവർ. ഹല്ലേലൂയ. അത് ദൈവ സാന്നിധ്യം എല്ലാവരും വിശ്വാസവീരന്മാരാക്കി മാറ്റും. അതേ, എന്നെ കേൾക്കുന്ന സഹോദര, മുമ്പും മുയലിനെ പോലെ ഭയന്നോടിയ അനുഭവം, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ. പക്ഷെ ദൈവ സാന്നിധ്യം നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിന്നെ യുദ്ധത്തിന് ദൈവം തയ്യാറാകും. യുദ്ധസന്നദ്ധനായി ചീറിപ്പാഞ്ഞു വരുന്ന സ്തോത്രം, ചീറിപ്പാഞ്ഞു വരുന്ന സിംഹത്തെ പോലെ നിന്നെ മാറ്റിയെടുത്ത് നിന്നെ ദൈവം ഉന്നതത്തിലെത്തി, ഉന്നതമായ നിലയിൽ ഉയരത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ജീവിത സാഹചര്യത്തിൽ ഹല്ലേലൂയ അവകാശം ലഭ്യമാക്കാൻ വേണ്ടി കഴിവില്ലാതിരുന്ന ഭയന്നോടിയ മുയലിനെ പോലെ ഇരുന്ന ഇസ്രായേലത്തെ യുദ്ധസന്നദ്ധരാക്കി അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ യുദ്ധസന്നദ്ധയാക്കി മാറ്റി നിന്റെ അവകാശത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. മുമ്പ് മുയലിനെ പോലെ ഭയന്നോടിയ നിന്റെ ആ ജീവിത സാഹചര്യത്തെ ദൈവം മാറ്റി സിംഹത്തെ പോലെ ഓടുവാൻ ദൈവം നിനക്ക് കൃപ തരും. രക്തം ചെയ്ത് വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് കർത്താവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ നിന്റെ കൈപ്പേറിയ അനുഭവത്തെ ദൈവം മധുരമാക്കി തീർക്കാൻ പോവുക. നിന്റെ കൈപ്പിനെ മുഴുവൻ ദൈവം നീക്കാൻ പോവുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വീണ്ടും വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ സങ്കീർത്തന പുസ്തകം 46 അധ്യായം 11 വാക്യത്തിലേക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ കോരപുത്രന്മാർ പറയും, സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലായ കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ, പുതിയ നിയമസഭയോട് പറയട്ടെ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ആ ഇമ്മാനുവേലായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം പിന്നെ യാതൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ യാതൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ലെന്നേ. കാരണം ഇമ്മാനുവേലായ ദൈവം നിന്നെ സംരക്ഷിക്കുമെന്ന്. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഇന്ന് വീണ്ടും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരനോട് പറയട്ടെ, നീ ലോക രാജ്യത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് കഷ്ടം സഹിക്കുന്ന വ്യക്തിയായിരുന്നാലും, സങ്കടപ്പെടുന്ന വ്യക്തിയായിരുന്നാലും, മനസ്സുരുകി ചില വിഷയത്തിൽ നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ ഭയമൊന്നോടിയ സ്ഥാനത്ത് ദൈവം നിന്നെ സിംഹത്തെ പോലെ ചീറിപ്പായുവ നിനക്ക് കൃപ തന്ന് നിന്റെ അവകാശം നിനക്ക് ലഭിക്കത്തക്ക നിലയിൽ നിന്നെ യുദ്ധസന്നദ്ധനാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ചിലരേക്ക് പുതിയതായിട്ടൊന്ന് പങ്കെടുക്കാൻ പോവുകയാണ്. നാളുകളുമായി നീ വിദേശ രാജ്യത്ത് കടന്നുപോയി ജോലി ചെയ്യുന്നു, ഒരു ഉയർച്ചയില്ലാതെ, ഒരു നന്മയില്ലാതെ, ജീവിതത്തിൽ കഷ്ടം മാറാതെ, നാട്ടിലേക്ക് കുടുംബത്തെ സഹായിപ്പാൻ പൈസ അയപ്പാൻ കഴിയാതെ, ലഭിക്കുന്നതൊക്കെ അവിടെ ചെലവഴിച്ച് തീർന്ന് മുമ്പോട്ട് പോകാൻ കഴിയാതെ പലരോട് കടം വാങ്ങി ജീവിതം അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില മാറ്റങ്ങളെ തരാൻ പോകുകയാണ്. നിന്റെ കൈപ്പേറിയ അനുഭവമുണ്ടല്ലോ, ദൈവം മാറ്റാൻ പോകുകയാണ്. മണലാഴത്തിൽ കഷ്ടം സഹിച്ച് സാലറി പോലും കിട്ടാതെ നാട്ടിലേക്ക് കടന്നു കുടുംബത്തെ സഹായിക്കാൻ കഴിയാതെ, വിസ നഷ്ടപ്പെട്ട്, വിസ പുതുക്കി കിട്ടാൻ കഴിയാതെ, പാസ്പോർട്ട് നഷ്ടപ്പെട്ട് വിദേശ രാജ്യത്ത് പീഡ അനുഭവിക്കുന്ന സഹോദരങ്ങൾ പറയട്ടെ, ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലിക്കും ജീവിതത്തിനുമായി കടന്നുപോയി പീഡ അനുഭവിക്കുന്ന കേരളത്തിൽ പീഡ അനുഭവിക്കുക പറയട്ടെ, ഇന്ന് പകൽ നിന്റെ ആ കയ്പിനെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടെന്ന് ദൈവം നിന്നെ തെളിയിച്ചു. ഹല്ലേലൂയ.
ഞാൻ ആദ്യം പറഞ്ഞ ദൈവകൃപ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ പ്രഭാതത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ പറഞ്ഞതേ. ദൈവം നിന്നെ കൈവിടാതെ ചേർത്ത് പിടിക്കും. അല്ലേറിയ അപ്പോൾ ദൈവത്തിന്റെ വാചനം പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അത് ഇമ്മാനുവേൽ നിന്നോട് കൂടെയുണ്ടെങ്കിൽ, അല്ലേറിയ ഇമ്മാനുവേലായ ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നീ ആരെ ഭയപ്പെടണം? വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ അന്ധകാര ലോകത്തിന്റെ ലോകാധിപതിയും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനെ ഒന്നും ഭയപ്പെടാതെ നിന്റെ യുദ്ധത്തിന് തയ്യാറാക്കി എടുത്തുകൊണ്ട് നിന്റെ അവകാശത്തിലേക്ക് ദൈവം നിന്നെ നടത്തിക്കൊണ്ടിരിക്കും. അല്ലേലൂയ. രക്തം ചെയ്യും കേൾക്കുന്ന മാതാവിൽ തകർന്നു പോകരുത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ, ചില അമ്മച്ചിമാരുണ്ട്. അവരോട് പറയട്ടെ, ദൈവം നിന്നോട് കൂടെയുണ്ട്, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നോട് കൂടെ ഒന്ന് പറഞ്ഞാട്ട്, എന്നോട് കൂടെ ഒന്ന് പറഞ്ഞാട്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നിനക്ക് എന്നോട് കൂടെ പറയാമോ, ദൈവം ഇതിന്റെ കൃപ എന്നോട് കൂടെയുണ്ട്. എന്റെ ബിസിനസ് തകർന്നപ്പോൾ, ഞാൻ രോഗിയായി മാറിയപ്പോൾ, ഞാൻ ബലഹീനനായി മാറിയപ്പോൾ, ഞാൻ നിന്ദിക്കപ്പെട്ടപ്പോൾ, ഞാൻ സന്താപാവസരത്തിൽ വന്നപ്പോൾ, പരിഹാസം എനിക്ക് വന്നപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നപ്പോൾ, വീട്ടുകാരടിച്ചിറങ്ങിയപ്പോൾ, ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ന ഏക്കേണ്ടി വന്നപ്പോൾ, അല്ലേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ വേദനിക്കപ്പെട്ട അവസരങ്ങളിൽ എന്നെ തഴഞ്ഞു കളയാതെ, അനാഥനായി വിടാതെ ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാട്ട്. അല്ലേലിയ. ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞാട്ട് പ്രിയരെ, ആ കൃപയോടെ വർദ്ധിക്കുക. അല്ലേലിയ. അത് നിന്റെ വേദനകൾ മുഴുവൻ അറിയുന്നവൻ യേശുവാകട്ടോ. അല്ലേലിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, യുദ്ധസമയത്ത് രാജ്യത്തിലെ ദേശീയ പതാക മുമ്പിൽ ഗംഭീരമായി എടുത്തുകൊണ്ട് പോകും. അല്ലേലിയ. യുദ്ധസമയത്ത് ദേശീയ പതാക മുമ്പിൽ ഗംഭീരമായി എടുത്തുകൊണ്ട് പോകും. അതിനെ തുടർന്ന് വീരന്മാർ കാഹള ഊതി താളമേളങ്ങൾ കേൾപ്പിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ദേശത്തെ കുറിച്ചുള്ള വീരവും വൈരാഗി യുദ്ധവീരന്മാരുടെ ഹൃദയത്തിൽ ഒരു തീ പോലെ ആളി കത്തുമെന്നാണ് ഞാനൊരു ഭക്തൻ എഴുതിയ പുസ്തകത്തിനകത്ത് വായിച്ചത്. അതെ, യുദ്ധസമയത്തവർ ദേശത്തിന്റെ പതാക മുമ്പിലേന്തി ഗാംഭീര്യത്തോടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്തു? ആ ദേശത്തെ കുറിച്ചുള്ള ബോധ്യം വരുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധവീരന്മാരുടെ ഹൃദയത്തിൽ തീ പോലെ സ്തോത്രം ആളിക്കത്തിക്കൊണ്ട് അവർക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ തുരത്തുവാനുള്ള ദൈവ സാന്നിധ്യം ദൈവം അവർക്ക് പകർന്നു കൊടുക്കും. അല്ലേലിയ. അതെ, നിനക്ക് നേരെ ശത്രു യുദ്ധം ചെയ്യുമ്പോൾ, നിനക്ക് നേരെ ശത്രു യുദ്ധമായി കടന്നു വരുമ്പോൾ നീ ഭാരപ്പെടേണ്ട. ദൈവം നിന്നോട് കൂടെയിരിക്കും. അല്ലേലിയ. ദൈവം നിന്നോട് കൂടെയിരിക്കും. ഇമ്മാനുവേൽ നിന്നോട് കൂടെയിരിക്കും. യാക്കോബിന്റെ ദൈവം ഒരു ദുർഗമായി നിന്നോട് കൂടെയിരിക്കും. പ്രിയ സഹോദര സഹോദരി, അതുകൊണ്ട് നീ ഇന്ന് പകൽ യേശുവിനെ ആശ്രയിക്കണം. നിങ്ങൾ വചനത്തിൽ ആശ്രയിക്കും. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കും. വചനത്തിൽ ആശ്രയിക്കണം. പണത്തിൽ ആശ്രയിക്കരുത്. ഈ ലോകത്തിന്റെ പണത്തിലും ദിവ്യാഗ്രഹത്തിലും അല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഈ ലോകത്തിലെ മനുഷ്യരിൽ ആശ്രയിക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ പ്രവാചകന്മാരുടെ അരികിൽ പോയി അവരിൽ മാത്രം ആശ്രയിക്കരുത്. ആദ്യം നിങ്ങൾ ദൈവവചനത്തിൽ ആശ്രയിക്കണം. രക്തം ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു, നിങ്ങൾ ആദ്യം ക്രൂശിലേക്ക് വരണം. കാൽവറിയിലേക്ക് നോക്കണം. ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശു, അവസാന തുള്ളി വരെ എത്തും വരെ നിങ്ങൾക്ക് വേണ്ടി തന്നവൻ, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നിനക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്നു. അതെ, നിന്റെ കൈപ്പേറിയ അനുഭവത്തെ മാറ്റുവാൻ, കൃപ നിന്നോട് കൂടെ ഉണ്ടെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവം നിന്നോടൊപ്പം സഞ്ചരിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യണം. യേശുവിനോടൊപ്പം സഞ്ചരിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന കരമൊക്കെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടത്. ഇന്ന് നിന്റെ കഷ്ടതയെ ദൈവം മാറ്റാൻ പോവുകയാണ്. ഇന്ന് നിന്റെ ദുഃഖത്തെ ദൈവം മാറ്റാൻ പോവുക. നിന്റെ കണ്ണീരിനെ ദൈവം തുടയ്ക്കാൻ പോവുകയാണ്. പക്ഷെ നീ ദൈവവചനത്തെ അനുസരിക്കണം. ദൈവവചനത്തെയും ക്രിസ്തുവിനെ അനുസരിക്കാതെ, ദൈവവചനത്തിലും ക്രിസ്തുവിനും നീ എത്തിച്ചേരാതെ ഉയരാൻ കഴിയത്തില്ലെന്ന്. ഹല്ലേലൂയ. നന്മ പ്രാപിക്കണോ, അനുഗ്രഹം പ്രാപിക്കണോ, ശാപം നീങ്ങണോ, പാപത്തിന് പരിഹാരം വേണോ, നീ ശുദ്ധീകരിക്കപ്പെടണോ, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ സന്താപ അവസരങ്ങൾ മാറണമെങ്കിൽ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, കുടുംബത്തിന് സമാധാനം വേണോ, ദൈവവചനത്തിൽ ആശ്രയിക്കണം. യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം. അതിനപ്പുറത്ത് വേറൊരു ആശ്രയമില്ല കേട്ടോ. ഹല്ലേലൂയ. അതിനപ്പുറത്ത് വേറൊരു ആശ്രയമില്ല. ഏറ്റവും വലിയ ആശ്രയം, തകർന്നവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയം എന്താ? യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക.
അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ സത്യവേദ പുസ്തകത്തിൽ ഈ തിരുവചനത്തെ നമുക്ക് തന്നിരിക്കുന്നത്. അല്ലേരിയ ഇസ്രായേൽ മക്കളുടെ വഴിയാത്രയിൽ അവർ ചെങ്കടലിനെ നേരിടേണ്ടി വന്നു. അല്ലേരിയ മാറയിലെ വെള്ളത്തിലെ കയ്പ്, അല്ലേരിയ സ്തോത്രം, അങ്ങനെ എത്ര പ്രശ്നങ്ങൾ അവരുടെ അവകാശ ദേശത്തിലേക്ക് അവർ കടന്നിരുവാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് മുമ്പിൽ പ്രതികൂലങ്ങൾ നിന്നപ്പോൾ അവർ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവരെ ദൈവ യുദ്ധസന്നദ്ധരാക്കി മാറ്റി. അല്ലേരിയ അങ്ങനെയൊക്കെ ദൈവം ചെയ്യുന്നത്. അതെ, ദൈവം ഇന്ന് നിന്നെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. അല്ലേരിയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഫിലിപ്പി ലേഖനം 4:13 വായിച്ചാൽ കാണാൻ കഴിയും, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അല്ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുകയാണ്. അല്ലേരിയ. ദൈവ സാന്നിധ്യം മുമ്പിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ദൈവ സാന്നിധ്യം മുമ്പിൽ ചെല്ലുമ്പോൾ ആർക്കും നിങ്ങളെ എതിർക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം സ്തോത്രം അല്ലെ 4 വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നു, സ്തോത്രം അല്ലേ, സ്തോത്രം, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആർപ്പെടുമ്പോൾ ആ ദൈവസാന്നിധ്യം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ, അല്ലേലൂയ, നിങ്ങളുടെ മുമ്പിൽ ചുമന്ന് നിൽക്കുന്ന സമുദ്രം ചെങ്കടൽ പോലും രണ്ടായിട്ട് മാറിത്തരും. മോശെ ജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ പറഞ്ഞു കാണും, കർത്താവേ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞപ്പോൾ മോശയുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ പോലും രണ്ടായി മാറിയെങ്കിൽ യോശുവ പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവേ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞപ്പോൾ യോശുവയുടെ മുമ്പിൽ വഴിമാറിയെങ്കിൽ യോശുവ പറഞ്ഞു, കർത്താവേ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞപ്പോൾ പടുകൂറ്റൻ എരീഹോ മതിൽ മാറിയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരി, നിനക്ക് എന്നോടൊപ്പം പറയാൻ കഴിയും, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയതാന്ന് പറയുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭയങ്കരമായ പ്രശ്നങ്ങളെ ദൈവം നീക്കിത്തരും. ലേലിയ. അപ്പോൾ എന്ത് ചെയ്തു? യോർദാൻ ചെങ്കടൽ രണ്ടായി പിരിഞ്ഞു. യോർദാൻ പിന്നിലേക്ക് മാറി. എരിഹോ മതിലുകൾ നുറുങ്ങി താഴേക്ക് വീണു. സൂര്യന് ചന്ദ്രന് മനുതി അനുസരണത്തോടുകൂടെ യോശുവയുടെ വാക്കിനെ അനുസരിച്ചു. ലേലിയ. ഇവരൊക്കെ ദൈവസാന്നിധ്യം അനുഭവിച്ചരാ പ്രിയരെ. ദൈവസാന്നിധ്യം നീ അനുഭവിക്കാൻ തയ്യാറായാൽ, അല്ലേലിയ, നീ പറയുന്നത് പോലെ നടക്കും. ലേലിയ. നീ പറയുന്നത് നടക്കാത്തത്, നീ പറയുന്ന പോലെ സംഭവിക്കാത്തത്, നിന്റെ പ്രാർത്ഥന മറുപടി വരാത്തത് നിനക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടും വചനത്തെ അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ്. യേശുവിനെ അംഗീകരിക്കാതെ, യേശുവിനെ അനുസരിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. അല്ലേലിയ. നീ യേശുക്രിസ്തുവിനെ അനുസരണത്തോടുകൂടി, അല്ലെ യേശുക്രിസ്തുവിന്റെ വചനത്തിന് അനുസരണത്തോട് നിൽക്കുകയാണെങ്കിൽ ദൈവം നിന്നെ മാനിക്കും. കണ്ടോ, യേശുക്രിസ്തു പോലും ക്രൂശിലെ മരണത്തോളം പിതാവിനോട് അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ടാണ് യേശുവിനെ സകല നാമത്തിന് മേലായി നാമം നൽകി പിതാവ് മാനിച്ചത്. അതേ, ദൈവം നിന്നെ മാനിപ്പാൻ ആഗ്രഹിക്കുക. വീണ്ടും ദൈവത്തിന് വചന ദൈവ സാന്നിധ്യത്തെ കുറിച്ച് മനസ്സിലായ ദാവീദ് ഗോലിയാത്തിനെ ധൈര്യമായി കീഴ്പ്പെടുത്തി വിജയിച്ചു. ശത്രുക്ക് മേശക്ക് അഭിദ്രവ അഗ്നിച്ചൂളയിൽ നല്ലൊരു ആനന്ദത്തോടുകൂടി നടക്കാൻ കാരണം നാലാമനായ ദൈവം അവിടെ ഇറങ്ങി വന്ന നല്ലൊരിയ. ദാനിയേലിലെ സിംഹങ്ങൾക്ക് ഒന്നും ജീവൻ സാധിച്ചില്ല. കാരണം ദൈവസാന്നിധ്യം ദാനിയേലിന്റെ മേൽ ഇറങ്ങി വന്ന നല്ലൊരിയ. സ്തോത്രം. ദൈവസാന്നിധ്യത്തെ ഉണർന്ന ദൈവമക്കൾ എന്ത് രാജ്യങ്ങളെ ജയിച്ചു, ബലഹീനതയിൽ ബലം പ്രാപിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഭയങ്കരമായ അത്ഭുതങ്ങൾ ചെയ്തതിനാൽ അല്ലേലിയ ദൈവം അവരെ ശക്തീകരിച്ചു. അപ്പൊ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ദൈവം പലർക്കും വിജയം കൊടുത്ത്. അതുകൊണ്ടാണ് വിശ്വാസ വീരന്മാരുടെ പട്ടികയെക്കുറിച്ച് എബ്രായ ലേഖനം 11 രേഖപ്പെടുത്തിയത്. അതേ, ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് കഴിയുമ്പോൾ നിനക്ക് മുമ്പ് നിൽക്കുന്ന പ്രശ്നങ്ങളെ യേശു മാറ്റി തരും. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയും, ശക്തമായ ദൂത്, ശക്തമായ സന്ദേശം. നിന്റെ മുമ്പിൽ ചെങ്കടൽ വരട്ടെ, അത് എരിഹോ മതിൽ വരട്ടെ, യോർദാൻ വരട്ടെ, ഹല്ലേലൂയ, ഗോലിയാത്ത് വരട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. ഏത് പ്രതികൂലം വരട്ടെ, അതിന്റെ നടുവിൽ നിന്നെ വിടിവിച്ച് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിന്നെ വിടിവിക്കുവാൻ യേശുവിന് കഴിയും. വചനത്തിൽ ആശ്രയിക്കണം, യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു 18-ാം സംഗീതം 29-ാമത്തെ വാക്യത്തിൽ പറയാ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിച്ചാടി കടക്കും. ഭക്തന്റെ ഉറപ്പും വിശ്വാസമാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടുന്നതിൽ പാഞ്ഞു ചെയ്യും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് പറയുമ്പോൾ വചനം പറയുന്നത് ശക്തന്മാരായ ശത്രുക്കളുടെ മേലുള്ള ദൈവത്തിന്റെ വിജയത്തെയാകാം. അപ്പൊ ദാവീദിന്റെ ജീവിതം ശക്തന്മാരായിരിക്കും. ശത്രുക്കളുടെ
ഉണ്ടായിരുന്നു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സ്നേഹിതനെ പറയുക, നിനക്ക് നിന്റെ ശക്തമാനായിരിക്കുന്ന ശത്രുക്കളുണ്ട്. നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ ജോലിയില്, നിന്റെ തലമുറയിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ ആരോഗ്യത്തോട്, നിന്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന ശക്തന്മാരായിരിക്കുന്ന ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവകൃപ നിന്നോട് കൂടെയുണ്ടെന്ന് നിന്നെ തെളിയിച്ച് കാണിച്ചുകൊണ്ട് ദൈവം പറയുക, ആമിലറിയ, എന്റെ സാന്നിധ്യത്തിനോട് കൂടെ പോരും. അപ്പൊ ദൈവസാന്നിധ്യം ദാവീദിനോടുകൂടെ വന്നപ്പോ ദാവീദ് പറയാ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൽ നേരെ പാഞ്ഞു ചെല്ലും, പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒന്ന് വിജയ ശ്രീലാളിതനായി ആ വാക്കുകൾ ഏറ്റെടുത്ത് ഗാംഭീര്യത്തോടെ നിനക്കൊന്ന് പറയാൻ കഴിയുമോ? നീ ഗാംഭീര്യത്തോടെ ആ വചനം ഏറ്റെടുത്ത് ദാവീദ് പറഞ്ഞതുപോലെ നീ പറയുമ്പോൾ അതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അതെ, നിന്നെ ആ വചനം രക്ഷപ്പെടുത്തും, രക്തം ചെയ്യാം. വല്ലേരിയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. വല്ലേരിയ. അപ്പം യശസ്സും തേജസ്സും അവന്റെ സാന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിൽ ഉണ്ടെന്ന് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 17:27 കാണുന്നു. അത് ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് ദൈവത്തിന് മഹത്വവും ബഹുമാനവും മഹിമയും സ്തോത്രവും നീ ചെലുത്തുമ്പോൾ, കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ തുടങ്ങും. നിങ്ങൾ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോൾ, കർത്താവിന് ബഹുമാനം കൊടുക്കുക, കർത്താവിന് സ്തോത്രം കൊടുത്ത് നിങ്ങളെ ഒന്ന് താഴ്ത്തുമ്പോൾ എന്ത് ചെയ്യും? ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങളെ താഴ്ത്തിയിട്ട് നിങ്ങൾ ദൈവത്തെ ഉയർത്തുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്താൻ തുടങ്ങും. അല്ലേരിയ. അങ്ങനെ ദൈവസനിയില് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6:3 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേരിയ. ആകയാൽ അല്ലെ സ്തോത്രം. അല്ലേരിയ. കെരൂബുകൾ അല്ലേരിയ അവിടെ കാണുന്നത്. സ്തോത്രം. കെരൂബുകളും സാറാബുകളും ശക്തിയോടുകൂടി അവർ ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ കഴിയും. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അല്ലെ സ്തോത്രം. വലിയ സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മറച്ച്, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്ന് ഓരോരുത്തൻ ജനങ്ങളുടെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അത് നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അല്ലേരിയ. സ്വർഗരാജ്യം മുഴുവനും നിനക്ക് വേണ്ടി എഴുതേക്കും. അല്ലേരി. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ സ്വർഗരാജ്യം മുഴുവൻ നിനക്ക് വേണ്ടി നിൽക്കും. അല്ലേരിയ. സ്വർഗം മുഴുവൻ നിന്നോട് കൂടിയായിരിക്കും. ശത്രു എത്ര പ്രബലനായിരുന്നാലും, എത്ര വെല്ലുവിളിയായിട്ട് വന്നാലും, ഗോലിയാത്തിനെ പോലെ 40 രാവും പകലും നിനക്ക് നേരെ നിന്ന് ശത്രു വെല്ലുവിളിച്ചാലും നീ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നെങ്കിൽ സ്വർഗം മുഴുവൻ നിന്നോട് കൂടെയാ. അല്ലേലൂയ. സ്തോത്രം. ആകയാൽ മഹത്വവും ബലവും മഹത്വവും ബഹുമാനവും ശക്തിയും ഒക്കെ സ്വീകരിക്കാൻ യോഗ്യനായിരിക്കുന്ന യേശുവിനെ നീ ജീവിതത്തിൽ ചേർക്കണം. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. അതുകൊണ്ട് 116 സങ്കീർത്തനത്തിന്റെ 12 വാക്യമായി, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അതെ, ഇന്ന് പകൽ നിനക്ക് ദൈവസ്ഥാനിക്ക് നേർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഞാൻ വായിച്ച വചനത്തിലേക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? സ്തോത്രം. പുറപ്പാട് പുസ്തകം 33:16 എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? അല്ലേരിയ. മോശ ചോദിക്കുക, എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ള ഏതിനാൽ അറിയും? അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്നെ വെറുതെ ദൈവം വിടത്തില്ല, നിന്നെ ഒറ്റയ്ക്ക് ദൈവം വിടത്തില്ല. നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. കണ്ണുകൾ അടച്ചാട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശ ദുഃഖത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്നവരെ ഇന്ന് ദൈവം മാനിക്കാൻ പോവുക. നിന്റെ കയ്പിനെ ദൈവം മാറ്റാൻ പോവുക. നിന്റെ കയ്പിനെ മാറ്റി മധുരമാക്കാൻ പോവുക. ദേശം ചീത്തയാണ്, വെള്ളം ചീത്തയാണ്, ഗർഭപാത്രം നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ നടുവിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുക. ഇന്നലെ വരെ നിന്റെ ജീവിത ദുർഗന്ധം ഭവിക്കുന്ന ആചാരങ്ങളായിരുന്നെങ്കിൽ അതിനെ നീക്കി ആ ദേശത്ത് തലയ്ക്ക് ഉപ്പിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം പത്യമായി മാറിയതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി വചനം കേട്ടുകൊണ്ടിരുന്ന വലിയൊരു ചെറിയ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരം യുവനത്തിലും വാർത്തത്തിൽ അച്ഛൻ യാച് തറവതി അറിയിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രം ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കും ജനത്തെ, ഫറാദിയന്മാര് സെല്ലഞ്ഞ് ഓർത്ത് പ്രാർത്ഥിക്കാർ, സേന വ്യോമസ്നാൻ വിസനധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSCR, പാലകർ, നെയ്മറുപാടുകൾ,
രഹസ്യ വിഭാഗങ്ങളെ, പോലീസിന്റെ സെക്ഷൻ ജുഡീഷ്യൽ വിഭാഗങ്ങളെ, കരയിലും ആകാശമാർഗം വാഹന വിമാന സെയിൽസ് ചെയ്യുന്നവർ, കർത്താവ് വാഹനം സഞ്ചരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കടലോരവാസി തീരേശ് മത്സ്യബന്ധനം കടന്നവർ, കനികൾ കമ്പനി ജോലി വലിയ വ്യാപാരി വ്യവസായി എല്ലാവരും വഴിയുടെ കച്ചവടക്കാരെ, കർത്താവ് പുതുമേൽ ആരോഗ്യ സാമ്പത്തികമേലെ ഭാഗ്യമേഖലായിരിക്കുന്ന സൈന്റിസ്റ്റ് എഞ്ചിനീയർമാർ, ഭരണപ്രദേശ പാർട്ടികളെ, സാംസ്കാരിക രംഗത്ത്, ജലസമാധി വെട്ടിയിൽ നിൽക്കുന്നവർക്കായി കൺസ്ട്രക്ഷൻ മെക്കാനിക് യൂണിയൻ രംഗത്ത്, ട്രേഡിംഗ് രംഗത്ത്, ട്രേഡേഴ്സിനെ ഓർത്ത് മദ്യത്തിന് മയക്കുമരുന്ന് ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, വിദേശരാജ്യം കഷ്ടസായി വേദനയുടെ കടന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, കടക്കണിയാൽ യോഗ്യരായിരിക്കുന്നവർ, പ്രതിസന്ധി ജീവിതത്തിൽ കൈപ്പുയർന്നവർ, മാരകമായി പ്രതിസന്ധി കടന്നുപോകുന്ന എല്ലാവരും പകൽ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ, പ്രതികൂലം മാറട്ടെ. ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽ ദൈവമേ അവിടുത്തെ സാന്നിധ്യം തെളിയിച്ച് പ്രഭാതത്തിൽ കണ്ണിച്ചും എഴുതേക്കാൻ കൃപ കൊടുത്തതുകൊണ്ട് ജനത്തെ അനുഗ്രഹിക്കും. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തരപ്പെടും മടങ്ങി വരുവാൻ, സുവിശേഷ വിരോധികളെ സന്ദർശിക്കുവാൻ, അധികമായ വർഗ്ഗങ്ങൾക്ക് മാനസാന്തരം കൊടുക്കാൻ, അഴിമതിയും കരിചന്തയും പൂഴ്ത്തിയും പിടിച്ചുപറിയും മദ്യപാനികളും വെറുക്കൂത്തി ലോബികൾ അകപ്പെട്ട് കിടക്കുന്ന എല്ലാ ലഹരിമരുന്നെയും അടിമപ്പെട്ട് കിടക്കുന്ന വിടിവിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. ദേശത്ത് എല്ലാ സാത്താന്റെ ശക്തികളെ, സാത്താൻ ആരാധകർ ദൈവം നിർവീര്യമാക്കാനായി പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ദൈവമക്കളും കർത്താവ് സൂക്ഷിക്കണമേ. സങ്കടങ്ങളും ദുഃഖങ്ങളും ഇന്ന് പകൽ കർത്താവ് ജനത്തിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. സകല മുഖത്ത് വിടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.